അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ 44-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. തതോ നാരായണം ബാണൈ പ്രഹ്ലാദശ്ചാദികർഷിതൈ വവർഷ സുസ്ഥിതം വീരം ധർമ്മപുത്രം സനാതനം. നാരായണോപി തം വേഗാൻ മുക്തൈർബാണൈ ശിലാശിതൈ. തുതോതാദീവ പുരതോ ദൈത്യാനാമധിപം സ്ഥിതം. സന്നിപാതോംബരേ തത്ര ദിദൃക്ഷൂണാം ബഭൂവഃ. ദേവാനാം ദാനവാനാം ച കുർവതാം ജയഘോഷണം. ഉഭയോ ശരവർഷേണാച്ഛാദിതേ ഗഗനേ യദാ. ദിവാപി രാത്രിസദൃശം ബഭൂവതിമിരം മഹൽ. ഊചു പരസ്പരം ദേവാ ദൈത്യാശ്ചാദീവ വിസ്മിതാ. അദൃഷ്ടപൂർവം യുദ്ധം വൈ വർത്തതേദ്യ സുദാരുണം. ദേവർഷയോധ ഗന്ധർവ യക്ഷകിന്നരപന്നഗ. വിദ്യാധരാശ്ചാരണാശ്ച വിസ്മയം പരമം യയു. നാരദ പർവതശ്ചൈവ പ്രേക്ഷണാർത്ഥം സ്ഥിതൗ മുനി. നാരദ പർവതം പ്രാഹ നേദൃശം ചാഭവൽ പുരാ. താരകാസുരയുദ്ധം ച തഥാ വൃത്രാസുരസ്യ ച. മധുകൈടഭയോർയുദ്ധം ഹരിണാ ചേദൃശം കൃതം. പ്രഹ്ലാദ പ്രബല ശൂരോ യസ്മാൽ നാരായണേന ച. കരോതി സദൃശം യുദ്ധം സിദ്ധേനാത്ഭുതകർമ്മണ. വ്യാസ ഉവാച
ദിനേ ദിനേ തഥാ രാത്രൗ കൃത്വാ കൃത്വാ പുനഃ പുനഃ ചക്രതു പരമം യുദ്ധം തൗ തദാ ദൈത്യതാപസൗ നാരായണസ്തു ചിച്ഛേദ പ്രഹ്ലാദസ്യ ശരാസനം തരസൈകേന ബാണേന സചാന്യധനുരാദദേ നാരായണസ്തു തരസാ മുക്ത്വാന്യം ച ശിലീമുഖം തദൈവ മധ്യതശ്ചാപം ചിച്ഛേദ ലഘുഹസ്തക ഛിന്നം ഛിന്നം പുനർദൈത്യോ ധനുരന്യൽ സമാദദേ നാരായണസ്തു ചിച്ഛേദ വിശിഖൈരാശു കോപിത ഛിന്നേ ധനുഷി ദൈത്യേന്ദ്ര പരിഘം തു സമാദദേ ജഘാന ധർമ്മജം തൂർണം ബാഹുർമധ്യോതികോപനാ തമായാന്തം സ ബലവാൻ മാർഗണൈർനവഭിർമുനി ചിച്ഛേദ പരിഘം ഘോരം ദശഭിസ്തമതാടയൽ ഗദാമാദായ ദൈത്യേന്ദ്ര സർവായ സമയീം ദൃഢാം ജാനുദേശേ ജഘാനാശു ദേവം നാരായണം രുഷാ ഗദയാ ചാപി ഗിരിവൽ സംസ്ഥിത സ്ഥിരമാനസ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുപിതനാം പ്രഹ്ലാദനോ മാറി നിന്ന നാരായണ ദേഹത്തേക്കും ശരങ്ങളെ അയച്ചാനപ്പോൾ നാരായണൻ അമ്പയച്ചു ദൈത്യരാജൻ തൻ്റെ നേർക്കും ആകാശത്തു കാഴ്ചക്കാരായി ഒത്തുചേർന്നതാം ദേവന്മാരും ദാനവരും ജയഘോഷം മുഴക്കിനാൻ ശരങ്ങളാൽ ആകാശമോ നിറഞ്ഞുവല്ലോ. പകൽ പോലും രാത്രി പോലെ ഇരുട്ടായി ദേവന്മാരും ദൈത്യന്മാരും പരസ്പരം ഏവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ വിധമാം യുദ്ധം മുമ്പു നടക്കാത്തതു താനല്ലോ. ദേവർഷി ഗന്ധർവയക്ഷ കിന്നരന്മാരും പന്നഗങ്ങൾ വിദ്യാധര ചാരണന്മാർ വിസ്മയിച്ചു. യുദ്ധം കാണാൻ നാരദനും പർവതൻ താനും. നാരദൻ പർവതനോടു ചൊല്ലിയേവം ഈ വിധത്തിൽ, യുദ്ധം ഞാനും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല. താരകാസുരന്റെ യുദ്ധം, വൃത്രാസുരൻ തൻ്റെ യുദ്ധം, ഇരു യുദ്ധങ്ങളും ഇതിനു സമമല്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മധുകൈടഭന്മാർ ഹരിയോടു ചെയ്ത യുദ്ധം സമം
കാരണം പ്രഹ്ലാദ നാരായണന്മാർ തമ്മിൽ തുല്യമായി യുദ്ധം ചെയ്യുന്നു, സിദ്ധനല്ലോ നാരായണൻ. വ്യാസൻ പറഞ്ഞു, ദിനം തോറും രാപ്പകലിൻ വ്യത്യാസമില്ല. താപസരും ദൈത്യനുമായി അതിഘോര യുദ്ധമുണ്ടായി. നാരായണൻ പ്രഹ്ലാദന്റെ വില്ലു മുറിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അദ്ദേഹമോ പുതിയതാം വില്ലെടുത്തു പ്രയോഗിച്ചു. നാരായണൻ മറ്റൊരു ശരവും തൊടുത്തു. അനായാസം ആ ധനുസ്സും നടുക്കായി മുറിച്ചല്ലോ. മുറിയും തോറും ദൈത്യനോ മറ്റൊന്നെടുത്തു. നാരായണൻ അതിനെയും അസ്ത്രത്താലെ മുറിച്ചല്ലോ. പ്രഹ്ലാദൻ ഇരുമ്പുലയ്ക്ക എടുത്താനപ്പോൾ അത്യധികം കോപത്തോടെ ഉലയ്ക്ക വലിച്ചെറിഞ്ഞു. അതു കണ്ടു നാരായണൻ 9 അസ്ത്രത്താൽ പരീഘത്തെ തകർത്തല്ലോ. ഒപ്പം 10 ശരങ്ങളും അയച്ചല്ലോ. ഗദയെടുത്തല്ലോ പ്രഹ്ലാദൻ. നാരായണൻ തൻ്റെ മുട്ടു നോക്കിയിട്ടു പ്രഹരിച്ചു. ഗദയാൽ പ്രഹരിച്ചിട്ടും അനങ്ങിയില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ജഗജ്ജനനിയായ ഭഗവതിയുടെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 354 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചതും. അതിനെ നമ്മളിപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. പ്രഹ്ലാദനും അതേപോലെ തന്നെ നരനാരായണന്മാരും തമ്മിലുള്ള യുദ്ധരംഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് 29-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് കാണുന്നത്.
ഏതായാലും തതോ നാരായണം ബാണേ പ്രഹ്ലാദശ്ചാതികർഷിതൈ വവർഷ സുസ്ഥിതം വീരം ധർമ്മപുത്രം സനാതനം നാരായണോപി തം വേഗാൽ മുക്തൈർബാണൈർ ശിലാശിതൈ. ദേഷ്യം വന്ന പ്രഹ്ലാദാശ്ചാതികർഷിതൈ ഒരിടത്ത് മാറി നിന്നിരുന്ന നാരായണനെ, ആ നാരായണനു നേരെയും, ധർമ്മസൂനുവായ നാരായണൻ, ധർമ്മസൂനുവായിരിക്കുന്ന നരനുമായിട്ടാണ് യുദ്ധം ഉണ്ടായിരുന്നത്. അപ്പോ അപ്പുറത്ത് നിൽക്കുന്ന നാരായണന് നേരെയും നിശിതമായ ബാണങ്ങൾ അയച്ചു. നാരായണോപിതം വേഗാൽ മുക്തൈർബാണൈ ശിലാശിതൈ. നാരായണനും അതെ അതിവേഗം മൂർച്ചയുള്ള ബാണങ്ങൾ. തുതോദാതീവ പുരതോ ദൈത്യാനാമധിപം സ്ഥിതം, മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആ ദൈത്യാധിപന്റെ നേർക്കും പ്രയോഗിച്ചു. സന്നിപാതോംബരേ തത്ര ദിദൃക്ഷൂണാം ബഭൂവഹ. ഈ സമയത്ത് ആകാശത്ത് ഈ യുദ്ധം കാണാൻ വേണ്ടി നിരവധി പേര് ഒരുമിച്ചു ചേർന്നു. ആരാ? ദേവാനാം ദാനവാനാം ച. ദേവന്മാരുണ്ടായി, ദാനവന്മാരും ഉണ്ടായി. കുർവതാം ജയഘോഷണം, അവരിതാ ജയഘോഷം മുഴക്കണു. ഉഭയോ ശരവർഷേണ ഛാദിതേ ഗഗനെ യഥ. അപ്പോ ആ ഇരുകൂട്ടരും, നരനാരായണന്മാരും തിരിച്ചു പ്രഹ്ലാദനും അയക്കുന്ന ശരങ്ങൾ കൊണ്ട് ആകാശം മൂടപ്പെട്ടു. ഛാദിതേ ആച്ഛാദിതമായി. ദിവാപി രാത്രി സദൃശം, പകലുപോലും ഏതുപോലെയായി? രാത്രി പോലെയായി എന്നാണ്. പിന്നെയോ ബഭൂവതിമിരം മഹത്, അല്ലാത്ത ഇരുട്ട് വ്യാപിച്ചു. ഊചു പരസ്പരം ദേവന്മാര് പരസ്പരം പറഞ്ഞു. ദൈത്യാശ്ചാതീവ വിസ്മിത, ദൈത്യന്മാരും വല്ലാതെ വിസ്മയപ്പെട്ടു ഈ യുദ്ധം കണ്ടപ്പോ. അദൃഷ്ടപൂർവം യുദ്ധം വൈ വർത്തതേദ്യസുദാരുണം. ഇപ്പൊ നടക്കുന്ന യുദ്ധം അദൃഷ്ടപൂർവം, മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്നാണ്. അത്രയും ഭയങ്കരമാണ്. ദേവർഷയോധ ഗന്ധർവ യക്ഷകിന്നര പന്നക വിദ്യാധരാശ്ചാരണാശ്ച. ഗന്ധർവന്മാര്, യക്ഷന്മാര്, ദേവർഷികള്, കിന്നരന്മാര്, പന്നകങ്ങള്, വിദ്യാധരന്മാര്, ചാരണന്മാര്, ഇവരൊക്കെ വിസ്മയം പരമം യയു, അവരൊക്കെ വിസ്മയിച്ചു പോയി യുദ്ധം കണ്ടിട്ട്. അപ്പോ നാരദ പർവ്വതശ്ചൈവ പ്രേക്ഷണാർത്ഥം സ്ഥിതോ മുനി, യുദ്ധം കാണാൻ വേണ്ടി എത്തിച്ചേർന്നു നാരദ മഹർഷിയും അതേപോലെ പർവ്വത മഹർഷിയും. നാരദ പർവ്വതം പ്രാഹ നേദൃശം ചാഭവൽപുര. നാരദൻ പർവ്വതനോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഇങ്ങനൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. താരകാസുര യുദ്ധം ചാ തഥാ വൃത്രാസുരസ്യ ച. താരകാസുരനും സുബ്രഹ്മണ്യനും തമ്മിലുണ്ടായ യുദ്ധവും വൃത്രാസുരനും ദേവേന്ദ്രനും തമ്മിലുണ്ടായ യുദ്ധവും ഇതിന് തുല്യമല്ല. പിന്നെയോ മധുകൈഡഭയോർ യുദ്ധം ഹരിണാചേതൃശം കൃതം. ആ മധുകൈഡഭന്മാരും ഹരിയുമായി, വിഷ്ണുവുമായി ചേർന്ന യുദ്ധം ഏതാണ്ട് ഇതുപോലെയാണ്. പ്രഹ്ലാദ പ്രബലഹ ശൂരോ യസ്മാൽ നാരായണേന ച. ശക്തനും ശൂരനുമായ പ്രഹ്ലാദൻ നാരായണനോട് കരോതി സദൃശം യുദ്ധം, ഒരേപോലെ തുല്യനിലയ്ക്ക് യുദ്ധം ചെയ്യണു. സിദ്ധനും അത്ഭുതകർമാവുമാണ് നാരായണൻ, അല്ലേ? സിദ്ധേന അത്ഭുതകർമ്മണ. വ്യാസം പറയാണ്, ദിനേ ദിനേ തഥാ രാത്രോ കൃത്വാ പുനഃ ദിവസം തോറും രാപ്പകൽ ഭേദമെന്നേ നിരന്തരം ചക്രതു പരമം യുദ്ധം. അതിഗംഭീരമായ യുദ്ധം അവിടെ നടക്കണു. തൗ തഥാ ദൈത്യതാപസവും, അവിടെ ആ ദൈത്യനും താപസന്മാരുമായിട്ടുള്ള യുദ്ധം. നാരായണസ്തു ചിച്ഛേദ പ്രഹ്ലാദസ്യ ശരാസനം. ശരാസനം എന്ന് പറഞ്ഞാൽ ശരമിരിക്കുന്ന സ്ഥലം, അത് എന്താണ്? വില്ലാണ്, അല്ലേ? ആ വില്ല് നാരായണൻ പ്രഹ്ലാദന്റെ വില്ല് മുറിച്ചു. തരസൈകേന ബാണേന സചാന്യ ധനുരാധതേ. ഉടനെ തന്നെ പെട്ടെന്ന് അദ്ദേഹം മറ്റൊരു വില്ലെടുക്കുകയും തിരിച്ച് അമ്പയിക്കുകയും ചെയ്തു. നാരായണനോ ഉടൻ വേറൊരു അമ്പ് തിരിച്ചു പ്രയോഗിച്ചു. തദൈവ മധ്യതശ്ചാപം. അപ്പോ പ്രഹ്ലാദന്റെ വില്ലിന്റെ മധ്യഭാഗം ചിച്ഛേദ ഒടിച്ചു. ലഘുഹസ്തക, രണ്ടായി മുറിച്ചു. മുറിയും തോറും ഛിന്നം ഛിന്നം പുനർദൈത്യോ ധനുരന്യൽ സമാധത. ഓരോ വില്ല് മുറിയുമ്പോഴും പുതിയ പുതിയ വില്ല് ആ പ്രഹ്ലാദൻ എടുക്കണു. അതേപോലെ തന്നെ വീണ്ടും യുദ്ധത്തിനായിട്ട് വരുന്നു. നാരായണസ്തു ചിച്ഛേദ വിശിഖൈരാശുകോപിത.
ഛിന്നേ ധനുഷി ദൈത്യേന്ദ്ര പരിഘം തു സമാധതെ. കുപിതനായി തീർന്നു നാരായണൻ. നാരായണന് ദേഷ്യം വന്നു. ആ എടുത്ത വില്ലും അസ്ത്രം പ്രയോഗിച്ച് മുറിച്ചു. വില്ല് മുറിഞ്ഞപ്പോഴോ ദൈത്യേന്ദ്ര, ആ പ്രഹ്ലാദൻ വില്ല് മുറിഞ്ഞപ്പോ പരിഘം തു സമാധതെ, ഇരുമ്പൊലക്കെടുത്തു. ജഘാന ധർമ്മജം തൂർണം ബാഹോർ മധ്യേതി കോപന തമായാന്തം സബലവാൻ മാർഗണൈർ നവഭിർ മുനി. എന്നിട്ടോ ദേഷ്യം വന്നിട്ട് നാരായണന്റെ മാറിടത്തെ ലക്ഷ്യമാക്കി അതിവേഗം ആ ഇരുമ്പൊലയ്ക്ക വലിച്ചെറിഞ്ഞു. തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന തമായാന്തം സ ബലവാൻ മാർഗണൈർ നവഭിർ മുനി, പാഞ്ഞു വരുന്ന ആ ഇരുമ്പൊലയ്ക്ക കണ്ടിട്ട് ബലവാനായ മഹർഷി ആ നാരായണൻ 9 അമ്പുകൾ കൊണ്ട് നവഭിർ ബാണൈർ എന്തു ചെയ്തു? ചിച്ഛേദ പരിഘം ഘോരം, അതിഭയങ്കരമായ പരിഘം ആ ഇരുമ്പൊലയ്ക്ക തകർത്തു. ദശഭിസ്തമതാടയിൽ തിരിച്ച് 10 അമ്പുകൾ പ്രഹ്ലാദന്റെ നേർക്കും അയച്ചു. ഗദാമാദായ ദൈത്യേന്ദ്ര സർവായ അസമയും ദൃഢാം. ദൈത്യരാജാവ് ഇരുമ്പുകൊണ്ട് ദൃഢമായി നിർമ്മിച്ച ഒരു ഗദ എടുത്തു എന്നാണ്. ഗദാമാദായ ദൈത്യേന്ദ്ര. എന്നിട്ടോ ജാനുദേശേ ജഘാനാശു ദേവം നാരായണം രുഷാ ഗദയാചാപി ഗിരിവൽ സംസ്ഥിത സ്ഥിരമാനസ. ദേഷ്യത്തോടുകൂടി കോപത്തോടെ ആ നാരായണദേവന്റെ മുട്ടുനോക്കി, ജാനുദേശേ ജഘാനാശു, മുട്ടുനോക്കി ആ ഗദ കൊണ്ട് പ്രഹരിച്ചു. ഗദ കൊണ്ടുള്ള അടിയേറ്റിട്ടും, അടി കൊണ്ടു നാരായണന്. പക്ഷേ സ്ഥിരചിത്തനായ അദ്ദേഹം ഗിരിവൽ സംസ്ഥിത, പർവ്വതത്തിന് എന്തെങ്കിലും അനക്കുണ്ടാവും. പർവ്വതത്തെ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ പർവ്വതം അനങ്ങാതെ നിൽക്കും. അതുപോലെ ഗിരിവൽ സംസ്ഥിത, പർവ്വതം പോലെ അചഞ്ചലനായി സ്ഥിരമാനസനായി അദ്ദേഹം അനങ്ങാതെ അവിടെ നിന്നു. അദ്ദേഹം ലവലേശം ഈ ആക്രമണത്തിലൊന്നും കുലുങ്ങിയില്ല നാരായണൻ എന്ന് പറയുകയാണ്. അങ്ങനെ ആ പ്രഹ്ലാദനും നാരായണനും, അല്ലെങ്കിൽ നരനാരായണന്മാരും പ്രഹ്ലാദനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് 44-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. നാളെ 45-ാമത്തെ ശ്ലോകം മുതൽ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.